ശ്ലോകം 8. ഭഗ്ന സഹ തോറ്റു. ആ തോറ്റതിൽ മനസ്സ് ഇടിഞ്ഞു. ലഗ്ന ഹൃദയ, ഇനി ഒന്നും എനിക്ക് ചെയ്യാൻ വയ്യ, ഞാൻ യുദ്ധവും ചെയ്യുന്നില്ല, രാജ്യവും ഭരിക്കുന്നില്ല, ഞാൻ തപസ്സിയാൻ പോണു എന്ന് പറഞ്ഞു പോയി. കാട്ടിലേക്ക് ശിശുപാലാദികളൊക്കെ പോയി. നിർഭൈഹി പ്രണന്യഹ, അവരെല്ലാവരും പോയി ഇദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചു. ഏട്ടാ, ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴേക്കൊക്കെ അത്ര മനസ്സ് മടുക്കാൻ പാടൂ, ഞങ്ങളില്ലേ കൂടെ വരൂ എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുവന്നു. വീണ്ടും സൈന്യം ധാരാളമുണ്ട്. 23 അക്ഷോണി സൈന്യം കൊണ്ടുവന്നു. യുദ്ധം ത്വയാ വ്യഥിത, അങ്ങയോടുകൂടി യുദ്ധം ചെയ്തു. ഓരോ തവണയും ഭഗവാൻ ആ സ്വർഗത്തിൽ നിന്ന് ഈ തേര് വരും, കുറച്ച് ആയുധങ്ങൾ വരും, കുറച്ച് അവരുടെ സൈന്യമുണ്ട്. അതിൽ തോൽപ്പിച്ചു, രണ്ടാമത് തോൽപ്പിച്ചു. പക്ഷെ വീണ്ടും ഈ രാജാക്കന്മാർ അദ്ദേഹത്തിനെ പുകഴ്ത്തി, അങ്ങയെപ്പോലെ ശക്തനായിട്ട് ആരാ ഉള്ളത് എന്ന് പറഞ്ഞ് 16 തവണ ഷോഡശകൃത്വയേവം, ആദ്യത്തെ പോലെ, ഏവം ഇപ്രകാരം, മുമ്പിലത്തെ പോലെ 16 തവണ. 16 തവണ വീണ്ടും അയാളുമായി യുദ്ധം ചെയ്തു. 16 തവണയും തോറ്റു. 16 തവണയും ഭഗവാൻ അയാളെ വിട്ടയച്ചു. അപ്പോഴേക്ക് അക്ഷൗഹിണി എത്ര പോയി? സൈക 90 സൈക 90 90 സൈക 91 ത്രിശതം 300 391. ഇങ്ങനെയാണ് സംസ്കൃതത്തിൽ പറയുക. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ്. സൈക 90 ത്രിശതം സംഭൂയ, എല്ലാം കൂടി ഒന്നിച്ചിട്ട് 391 അക്ഷൗഹിണിയെ ജഗന്ത ഭഗവാൻ ഹനിച്ചു. ശിവ ശിവ, ചിന്തിക്കാൻ വയ്യ. ആശ്ചര്യം ആശ്ചര്യം. അക്ഷൗഹിണി ശിവശിവാസ്യ ജഗന്ത വിഷ്ണു സംഭൂയ, എല്ലാം കൂടി ചേർത്തിട്ട് സൈക 90 ത്രിശതം തദാനീം. അപ്പം ആദ്യം 1, പിന്നെ 16 തവണ, അങ്ങനെ പറയുന്നു 17 തവണ. ഓരോ തവണയും 23 അക്ഷൗഹിണി, 17 കുടിക്കണ 23, 391. വേണമെങ്കിൽ കുണിച്ച് നോക്കിയോളൂ. പട്ടതിരിപ്പാട് എന്തൊന്നില്ലാത്ത ആശ്ചര്യത്തോടെ പറയുകയാണ് ശിവ ശിവ, ചിന്തിക്കാൻ വയ്യ. 391 അക്ഷൗഹിണിയെ വധിക്കുകയുണ്ടായി. ശ്ലോകം 9. വീണ്ടും വരുന്നു അവൻ. അതാണ് എന്താണ് ഈ രാജാക്കന്മാർ, ശിശുപാലാദികൾ, പിന്നെ ആ രുക്മിണി മുതലായവരെ അവരൊക്കെ പ്രേരിപ്പിക്കുകയാണ്. അഷ്ടാദശേസ്യ സമരേ, അങ്ങനെ 18ാമത്തെ സമരത്തിന് തയ്യാറാവുന്നു. പുറപ്പെട്ടിട്ടില്ല, തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. സമുപേയുഷി, ഇപ്പം അടുത്തായിട്ട് ജരാസന്ധൻ 18ാമത്തെ യുദ്ധത്തിന് വരും എന്ന് ഏട്ടനോട് പറഞ്ഞു. ത്വം ദൃഷ്ട്വാ പുരോധ യവനം, യവനൻ മ്ലേച്ഛനായിരിക്കുന്നതായ കാലയവനൻ, ഗ്രീസിലും മറ്റുമുള്ള ആളാണ്, ഗർഗമഹർഷിയുടെ പുത്രനാണ് എന്ന് പറയുന്നുണ്ട്. കാലയവനൻ അവൻ ജാതകമൊക്കെ നന്നായിട്ട് അറിയുന്നവനാണ്. അവൻ വലിയ ശക്തനാണ് എന്ന് വിചാരിച്ച് ഇരിക്കുന്നവനാണ്. അവൻ നാരദൻ അവിടെ എത്തി. ഇത്ര ശക്തനാണെന്നൊന്നും വിചാരിക്കണ്ട. ആ മധുരാപുരിയിൽ കൃഷ്ണനും രാമൻ എന്ന് പറഞ്ഞ 2 കുട്ടികളുണ്ട്. അവരെ തോൽപ്പിച്ചാൽ ഞാൻ സമ്മതിച്ചു തരാം. എന്ത്, എന്നേക്കാളും ശക്തരായിട്ട് കൃഷ്ണൻ രാമനോ പുറപ്പെട്ടു.
യവനം യവനത്രികോട്ടിയ 3 കോടി സൈന്യത്തോടുകൂടി വന്നു. ദൃശ്വാപുരഹ സൈന്യം അങ്ങനെ വന്ന് പാളയം അടിച്ചിരിക്കുന്നു. അങ്ങനെ വരുന്നതാണ് ഈ പാളയം എന്ന് പറയുന്നത്. സൈന്യം വന്ന് അവിടെ താമസിക്കുന്ന സ്ഥലമാണ് പാളയം. ഇത് കൃഷ്ണൻ അറിഞ്ഞു. ഇപ്പം 2 പേര് ഒന്നിച്ച് ഒരേ സമയത്ത് വരാൻ പോവാണ്. ഒന്ന് ഈ യവനൻ, 2 ജരാസന്ധൻ. നമ്മുടെ ആൾക്കാർ ബുദ്ധിമുട്ടും, ഭഗവാന് ബുദ്ധിമുട്ടൊന്നുമില്ല. ആൾക്കാർ ബുദ്ധിമുട്ടും. ത്വഷ്ട്രാവിതാപ്യ ത്വഷ്ടാവിനെ വിളിച്ചു. ത്വഷ്ടാവാണ് ശില്പി, ദേവന്മാരുടെ ശില്പി. വിശ്വകർമാവ് എന്ന് വേറൊരു പേരുണ്ട്. ആ വിശ്വകർമാവിനെ വിളിപ്പിച്ച് വളരെ വേഗത്തിൽ വേണം കേട്ടോ, ഇന്ന് രാത്രി കൊണ്ട് കഴിക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും പോയി താമസിക്കാൻ പറ്റിയത്. എവിടെ വേണ്ട? സമുദ്രത്തിൻ്റെ മധ്യത്തിലായിക്കോട്ടെ. അങ്ങനെ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ഈ മധുരാപുരിയിലുള്ള ആൾക്കാരെ മുഴുവൻ താമസിപ്പിക്കാൻ വേണ്ടി. അതാണ് ത്വഷ്ട്രാവിധാപ്യപുരം ആശു പയോധി മധ്യേ. അങ്ങനെ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ആ ത്വഷ്ടാവ് ഒരൊറ്റ രാത്രി കൊണ്ട് ഈ കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചു. എന്നിട്ടോ തത്രാത യോഗബലത ഭഗവാൻ ആരെയും അറിയിക്കാതെ തൻ്റെ യോഗശക്തി കൊണ്ട് സകലരെ അവിടേക്ക് കടത്തി. രാവിലെ എണിച്ച് നോക്കണു, ഷൂ നമ്മുടെ വീടെങ്ങനെ ഇത്ര നന്നായത് വലുതായത്. സകലരും അമ്പരന്ന്. യോഗശക്തി ഇതൊക്കെ സാധ്യമാണോ എന്നൊന്നും വിചാരിക്കരുത്. ഭഗവാൻ സത്യസായി ബാബ തന്നെ കാണിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് കുട്ടികളുമായി കളിക്കുന്ന സമയത്ത് പുളിമരത്തിൽ കയറും. അവിടേക്ക് നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് ആപ്പിള്. ഇട്ട് കൊടുക്കുന്ന പുളിയാണ്, അവിടെ എത്തുമ്പോഴേക്ക് ആപ്പിള്. യോഗബലത, യോഗശക്തി മാതാ അമൃതാനന്ദമയി ദേവി കാണിച്ചിട്ടുണ്ട്. 21.5 വയസ്സിൽ പശുക്കൾക്ക് പുല്ല് വേലിക്കാൻ പോയതാണ്. പോച്ച കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഭാഗവതം അവിടെ ഒരു പൂജ നടക്കണം. ഒന്ന് കയറി നോക്കി. അപ്പോൾ ഈ അമ്മ കുറച്ച് ശക്തിയുള്ള അമ്മയാണെന്ന് അവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇന്ന ദിവസം ഒരു വായന നടത്താം, അമ്മ വരും. വരാമല്ലോ. ഒരു വായന നടത്തി. അതിൽ അമ്മ ഒരു മൊന്ത നിറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ധ്യാനിച്ച് പാലാക്കി. പാലിനെ എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു. ഒന്നുമില്ലാത്ത മൊന്ത കയ്യിൽ വെച്ച് ധ്യാനിച്ച് നിറച്ച് പഞ്ചാമൃതം എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു. എത്ര കൊടുത്തിട്ടും പിന്നെ അവിടെ ബാക്കി. യോഗബലത, ഇതാണ് യോഗബലം, യോഗശക്തി. ഇവിടെ കൃഷ്ണൻ തൻ്റെ യോഗശക്തി കൊണ്ട് മധുരാപുരിയിലുള്ള സകലരെയും ഒരൊറ്റ രാത്രി കൊണ്ട് ആ ദ്വാരകയിലേക്ക്, സമുദ്രമധ്യത്തിൽ ത്വഷ്ടാവ് ഉണ്ടാക്കിയ ആ ദ്വാരകയിലേക്ക് കടത്തി. സ്വജനാൻ അനൈഷീ, ആ സ്വജനങ്ങളെല്ലാം അങ്ങോട്ട് നയിച്ചു.